കഴിഞ്ഞ 2 വിജയങ്ങൾക്ക് ശേഷം വീണ്ടും തോൽവിയുടെ പാതയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ 2 ജയങ്ങളോട് കൂടിയിട്ട് പോയിന്റ് നിലയിൽ കുറച്ച് മെച്ചപ്പെടുത്തിയെങ്കിൽ കൂടി ഈ ഒരു തോൽവിയോട് കൂടിയിട്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യത കുറച്ചുകൂടി മങ്ങലേറ്റിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച സൺറൈസേഴ്സിന് ഓപ്പണിംഗ് ഇറങ്ങിയ അഭിഷേക് ശർമ്മ നല്ല തുടക്കം തന്നെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 59 റൺസായിരുന്നു തുടക്കത്തിൽ തന്നെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ വിക്കറ്റുകൾ ഒരു സൈഡിലൂടെ കൊഴിയുന്നുണ്ട് എങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിട്ട് ആ ഒരു റൺ റേറ്റ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കേട്ടോ. തുടർന്ന് വന്ന ഹെൻറിക്സ് ക്ലാസനും നല്ല വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടുകൂടിയിട്ട് സൺറൈസേഴ്സിൻ്റെ സ്കോർ 194-9 എന്ന നിലയിൽ അവസാനിച്ചു കേട്ടോ. എന്നിരുന്നാൽ തന്നെ 195 റൺസ് എന്ന് പറഞ്ഞൊരു വലിയൊരു സ്കോർ ടാർഗറ്റായിട്ട് ഇറങ്ങുന്ന ചെന്നൈക്ക് തുടക്കം മുതൽ തന്നെ പണികൾ പാളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തുടക്കം തന്നെ സഞ്ജു സാംസനെ നഷ്ടമായി. സഞ്ജു സാംസനെ നഷ്ടമായതിന് ശേഷം അവിടെ രുദ്രാജ് ഗൈക്വാഡും പിന്നീട് വന്ന ആയുഷ് മാത്രയും കൂടി ചേർന്നിട്ട് 66 റൺസിൻ്റെ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ പടുത്തുയർത്തി. ആ ഒരു ഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് ചെന്നൈ എന്തായാലും കളിയിലേക്ക് തിരിച്ചു വന്നു. ഇനി എന്തായാലും ജയിക്കാൻ സാധിക്കും എന്നുള്ള ഘട്ടത്തിലിരിക്കെ തുടർന്ന് വിക്കറ്റുകളുടെ പെരുമഴയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തുടർന്ന് വന്ന എല്ലാവരും കളികൾ മറന്നുകൊണ്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതോടുകൂടിയിട്ട് തന്നെ ചെന്നൈൻ്റെ വിജയ സാധ്യത മങ്ങുകയും ചെയ്തു. അതിനുശേഷം നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഗ്രീസിൽ നിലയുറപ്പിച്ച് കളിക്കാനായിട്ട് നിന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വന്നവരെല്ലാം കുറച്ച് ബാളുകൾ കളിച്ചതിന് ശേഷം ഗ്രൗണ്ടിൽ നിന്നും മടങ്ങുന്ന അവസ്ഥയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടുകൂടിയിട്ട് തന്നെ ദയനീയമായിട്ടുള്ളൊരു തോൽവിയാണ് കേട്ടോ ചെന്നൈനെ കാത്തുകൊണ്ടിരുന്നത്. ഈ ഒരു തോൽവിയോട് കൂടിയിട്ട് തന്നെ ചെന്നൈൻ്റെ പ്ലേ ഓഫ് സാധ്യത വീണ്ടും മങ്ങലേറ്റു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 കളികളിലും സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് മികവിലായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കളിയിലാണെങ്കിൽ അദ്ദേഹം 7 റൺസ് എടുത്തിട്ട് ഔട്ടാകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ സീനിയർ പ്ലെയേഴ്സ് പറഞ്ഞതുപോലെ തന്നെ സഞ്ജു കളിക്കുന്ന കളികൾ മാത്രമാണ് കളി ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സഞ്ജു 10 താഴെ റൺസ് എടുക്കുന്ന കളികളെല്ലാം ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ടീമിൽ എത്രത്തോളം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെടുത്ത് പറയാനായിട്ടുള്ളത്.